നമ്മുടെ കാടും കാറ്റിന്റെ കുളിരുമൊക്കെ ഏറ്റ് നമ്മളിങ്ങനെ നല്ലൊരു വനപ്രദേശം എത്തിയിട്ടുണ്ട്. ഫുഡൊക്കെ കഴിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് കേട്ടോ. എന്നോട് ഹരിയൊക്കെ ഉണ്ട്, കൊല്ലം വാർത്ത. അപ്പോൾ ആദ്യമായിട്ടാണ് ഹരി ബ്രൈമൂർ എസ്റ്റേറ്റിൽ വരുന്നത്. ആനയുണ്ടോ ആനയുണ്ടോ എന്ന് പറഞ്ഞാണ് വരുന്നത്. ചിലപ്പോൾ ആനയെ കാണാം എന്നല്ല, ബ്രൈമൂർ എസ്റ്റേറ്റിൽ കുറച്ച് സന്ധ്യ കഴിഞ്ഞാൽ എല്ലാ മൃഗങ്ങളെയും കാണാൻ പറ്റിയ സ്ഥലമാണ്. മാനേജരെയൊക്കെ കണ്ടു, അവിടുന്ന് അവരോടൊക്കെ പറഞ്ഞു, ചാനൽ ഷൂട്ടാന്ന് പറഞ്ഞപ്പോൾ കയറ്റി വിട്ടു. അവിടുന്ന് വിവരണങ്ങളൊക്കെ തന്നു. AD 1883 തേയില ഫാക്ടറിയൊക്കെ ഷൂട്ട് ചെയ്തു. ഇങ്ങനെ കയറി വന്നിരിക്കുകയാണ്. ഇനി വനപ്രദേശമാണ്. കരടിയും മ്ലാവും കാട്ടുപോത്തും ആനയും ഒക്കെ മേയുന്ന എല്ലാവരുടെയും സ്വപ്ന സ്ഥലമായ ബ്രൈമൂരിലേക്ക് കാഴ്ചയാണ്. നമ്മള് ബ്രൈമൂരിലെ പ്രധാനപ്പെട്ട ഒരു വെള്ളച്ചാട്ടത്തിൽ എത്തിയിട്ടുണ്ട്. മാഡം വാട്ടർഫാൾസ്. പണ്ടേ ഈ മാഡം എന്നായിരുന്നല്ലോ സായിപ്പന്മാരും മദാന്മാരെ വിളിക്കുന്നത്. അതുകൊണ്ടായിരിക്കും ഈ മാഡം വെള്ളച്ചാട്ടം എന്ന് വിളിക്കുന്നത്. എനിക്കിതിനെ പറ്റി കഥയൊന്നും അറിയില്ല. എങ്കിലും ബ്രൈമൂരിലെ ഹെലിപ്പാഡ് എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ കാലത്ത് അവർ വനത്തിന് നടുവിൽ ഹെലികോപ്റ്റർ ഇറങ്ങാൻ ഉപയോഗിച്ചിരുന്ന സ്ഥലമാണ് ഈ ഹെലിപ്പാഡ്. അപ്പോൾ അവിടെ നമ്മൾ എത്തിയിട്ടുണ്ട്. ഒത്തിരി സാഹസം ഓഫ് റോഡാണ് കേട്ടോ. ശരിക്കും നിങ്ങൾ ആരെങ്കിലും വരുന്നെങ്കിൽ നല്ല ബൊലേറ ജീപ്പോ അല്ലെങ്കിൽ വലിയ ഓഫ് റോഡ് വണ്ടികളിലൊക്കെ വരാവൂ. ചെറിയ വണ്ടികളൊക്കെ വളരെ ദുരിതമാണ് ഇവിടെ വരാൻ. വണ്ടിയൊക്കെ അടിയൊക്കെ തട്ടും, ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ കാഴ്ചകൾ മനോഹരമാണ്. വനത്തിന്റെ കാഴ്ചകൾ എത്ര കണ്ടാലും മതിവരില്ല എന്ന് പറഞ്ഞ പോലെ നിബിഡ വനമേഖലയാണ്. വളരെ വന്യമൃഗങ്ങളുള്ള വനത്തിന്റെ പ്രദേശങ്ങളാണ്. ഒരു സമയം കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല. എങ്കിലും കാഴ്ചകൾ തരാൻ വേണ്ടി പോകണ ഗ്രാമ്പൂവും ജാതിയും അതുപോലെ തന്നെ നെല്ലിയും എല്ലാം ഇങ്ങനെ പിടിച്ചു കിടക്കുന്ന തോട്ടങ്ങളാണ്. പണ്ട് ഓറഞ്ച് ഉണ്ടായിരുന്ന തോട്ടമാണ്. ഓറഞ്ചിന്റെ ബാക്കി മരങ്ങളൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. ഏതായാലും മാഡം വാട്ടർഫാൾസിന്റെ കാഴ്ചകൾ നമുക്കത് കണ്ടുപോകാം. വെള്ളച്ചാട്ടത്തിന്റെയും പക്ഷികളുടെയും കളകൾ ആരവം കേട്ടുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാം. ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ച ഒരു ഹെലിപ്പാഡാണ് ഹെലികോപ്റ്റർ ഇറങ്ങാനായിട്ട്. അപ്പോൾ ആ ഹെലിപ്പാഡ് ഇങ്ങനെ തന്നെ ഉണ്ട്. അപ്പോൾ അവരാ തുടങ്ങിയ കാലത്തൊന്നും ഹെലികോപ്റ്ററൊന്നും ഇല്ലായിരുന്നിരിക്കാം, അതിന് ശേഷമായിരിക്കും. ഏതായാലും നമുക്ക് മാഡം വാട്ടർഫാൾസിന്റെ കാഴ്ചകളും ഓറഞ്ച് മരങ്ങളാണ് നിൽക്കുന്നത് താഴെ. അതുകൂടാതെ തന്നെ ഈ നിൽക്കുന്നതെല്ലാം ഗ്രാമ്പൂ മരങ്ങളാണ്. ഇവിടെ എല്ലാം തോട്ടങ്ങളാണ്. ജാതിയും ഗ്രാമ്പൂവും ഓറഞ്ചും അതുപോലെ കുരുമുളകും ഒക്കെ പിടിച്ചു കിടക്കുന്ന കാഴ്ചകൾ കാണാം. ഏതായാലും വനത്തിന്റെ വന്യതയിലെ വെള്ളച്ചാട്ടത്തിന്റെ കാഴ്ചയിലേക്ക് നമ്മൾ പോവുകയാണ്. എന്ത് മനോഹരമായ കാഴ്ചയാണെന്നൊക്കെ. പ്രകൃതിയുടെ ആ സുഖകരമായ കാറ്റുമൊക്കെ അനുഭവിച്ച് തന്നെ അറിയണം. നമുക്ക് വെള്ളച്ചാട്ടത്തിന്റെ മനോഹര ദൃശ്യങ്ങൾ പകർത്താനായി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗ്രാമ്പൂ ഒന്നും പോകുന്ന സമയമല്ല. ഗ്രാമ്പൂ മണം തൂകുന്ന കാറ്റൊക്കെയുള്ള സ്ഥലമാണ്. ജില്ലയിലെ ബ്രൈമൂർ എസ്റ്റേറ്റിന്റെ മനോഹരമായ വനപ്രദേശത്ത് കൂടി വന്യമൃഗങ്ങൾ ഒരുപാട് ഉള്ള സ്ഥലമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഈ ഒരു റിസ്ക് യാത്ര എന്ന് പറയുന്നത്. ഒരുപാട് റിസ്ക് എടുത്ത് ഇവിടെ യാത്ര ചെയ്യാൻ പറ്റൂ. കാഴ്ചകളൊക്കെ മനോഹരമാണല്ലേ. എല്ലാവരും കാഴ്ചകൾ കണ്ടു പൊക്കോളി. എല്ലാവർക്കും കാഴ്ച കാണിക്കാൻ വേണ്ടിയാണ് ഈ വനത്തിലേക്ക് വന്നത്. അന്നത്തെ കാലത്ത് വെള്ളം ശേഖരിക്കാൻ ടാങ്കുകൾ വന്നിരുന്നു. വനത്തിൽ നിന്നും വരുന്ന വെള്ളമൊക്കെ ശേഖരിക്കുന്ന ടാങ്കുകൾ ധാരാളം ഉണ്ട് കേട്ടോ. കൃഷിയുടെ ആവശ്യത്തിനും അല്ലെങ്കിൽ ജോലിക്കാർക്ക് ഉപയോഗിക്കാനും ഒക്കെ. അപ്പോൾ വൻമരങ്ങളും അതുപോലെ തന്നെ വന്യജീവികളൊക്കെ ഏത് ഭാഗത്തുനിന്നും വരാം. കാട്ടുപോത്തോ ആനയോ ഒക്കെ വരുന്ന സ്ഥലമാണ് കേട്ടോ. നമ്മൾ നോക്കി പോവുക എന്നുള്ളതാണ്. ഗംഭീര കാഴ്ചയാണ്. ഇവിടെ ഒരു കുഞ്ഞു കെട്ടിടമൊക്കെ ഉണ്ട്. ഇതൊന്നും ഇവിടെ വരുന്നവർക്ക് ഡ്രസ്സ് മാറാനും ഒക്കെ ഉപയോഗിക്കാനുള്ള അല്ലെങ്കിൽ മഴയൊക്കെ പെയ്താൽ കയറി നിൽക്കാനുള്ള സ്ഥലമായിരിക്കാം. ഏതായാലും നമ്മൾ മാഡം വെള്ളച്ചാട്ടത്തിന്റെ കരക്കെത്തിയിരിക്കുന്നു. ഇവിടെ വനമേഖലയുടെ അടിവാരത്താണ് ഈ വെള്ളച്ചാട്ടം. ഊറ്റൻ പാറയുടെ അടിത്തട്ടിലൂടെ ഒഴുകുന്ന ഒരു വെള്ളച്ചാട്ടമാണ്. തണുത്ത കാറ്റിങ്ങനെ വീശിയടിക്കുകയാണ്. പാറയുടെ അടിയിൽ കൂടി നടന്നു വേണം ആ വെള്ളച്ചാട്ടത്തിന്റെ കാഴ്ചകളൊക്കെ കാണാൻ. നമുക്ക് അപ്പോൾ ആ കാഴ്ചകൾ കാണാൻ ഇപ്പം ഒരു വെള്ളച്ചാട്ടം ഒഴുകുന്ന ആ ഒരു കാഴ്ച. ഇവിടെ വലിയൊരു പാറയുണ്ട്. എത്ര മഴ പെയ്താലും എത്ര പേർക്ക് വേണമെങ്കിലും നിൽക്കാം. ഒരു വലിയ ഗുഹ പോലെയുള്ളൊരു പാറയാണ് കാണുന്നത്. തീയൊക്കെ കത്തിച്ച് എന്തൊക്കെയോ ചെയ്തിരിക്കുന്നു. അപ്പോൾ ആ കൂളിങ്ങാ, ആ കാഴ്ചയുടെ ഒരു സൗന്ദര്യം ഭീകരമാണ് കേട്ടോ. വന നിബിഡതയിൽ നുരഞ്ഞു പതഞ്ഞൊഴുകുന്ന വെള്ളച്ചാട്ടവും കാഴ്ചകളുമൊക്കെ ഉണ്ട്. എന്ത് രസമാണെന്നറിയാം. അപ്പോൾ ഇത്രയും
ഉയരത്തിൽ നിന്നാണ് ആ വെള്ളച്ചാട്ടം താഴേക്ക് പതിക്കുന്നുള്ളതാണ് വനത്തിന്റെ വളരെ മനോഹരമായ കാഴ്ചയും വെള്ളച്ചാട്ടത്തിന്റെ ഒരു സൗന്ദര്യവും. വനത്തിന്റെ മുകളിൽ നിന്ന് വരുന്ന മനോഹരമായ ആ വെള്ളച്ചാട്ടം ഒരുപാട് ഹൈറ്റ്, ഏതാണ്ട് ഒരു 10-300 മീറ്റർ ഉയരത്തിൽ നിന്നാണ് ഈ വെള്ളം താഴേക്ക് പതിക്കുന്നത്. അതിന്റെ ഒരു മനോഹരമായ കാഴ്ചയാണ്. നമുക്ക് മാടൻ വെള്ളച്ചാട്ടം എന്ന് പറയുമ്പോൾ ഇവിടെ കൊണ്ട് ബ്രിട്ടീഷുകാരൊക്കെ അവര് ഉല്ലസിക്കാൻ വന്നൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാലും ഇത്രയും നല്ലൊരു സ്ഥലമൊക്കെ അവർ കണ്ടുപിടിച്ചിട്ടുണ്ട്. മഴക്കാലമായപ്പോൾ നല്ല വെള്ളം വന്ന് വലിയ വെള്ളച്ചാട്ടമൊന്നുമല്ല, ഇതിനെ കാണാൻ നല്ല കാഴ്ചകൾ ഒരുക്കുന്ന നല്ല സ്ഥലമാണ്. അപ്പോൾ ഒരുപാട് ടൂറിസ്റ്റുകളൊന്നും വരുന്ന സ്ഥലമല്ല, അത്യാവശ്യം സാഹസികമായി സഞ്ചരിക്കാൻ പറ്റുന്ന സഞ്ചാരികൾക്ക് മാത്രം എത്താൻ പറ്റുന്ന സ്ഥലമാണ്. കാരണം സാഹസിക സഞ്ചാരികൾക്ക് മാത്രമേ ഇവിടെ എത്താൻ പറ്റൂ. കാരണം വന്യമൃഗങ്ങളുള്ള സ്ഥലമായതിനാൽ അങ്ങനെ യാത്ര ചെയ്ത് ഇവിടെ എത്താൻ പറ്റും. അല്ലാതെ ഒരു സാധാരണ യാത്രയിൽ നമുക്ക് ആർക്കും ഇവിടെ എത്താൻ പറ്റില്ല. ഒരു ഓഫ് റോഡ് യാത്ര കൂടിയാണ്. അപ്പോൾ ഈ വനത്തിന്റെ കാഴ്ചയും വന്യതയും മനോഹരമായ ദൃശ്യങ്ങൾ നമുക്ക് അനുഭവിച്ചറിയാനും ഈ നല്ല വെള്ളച്ചാട്ടത്തിലൊക്കെ കുളിച്ച് ഉല്ലസിക്കാനും ഒക്കെ ആയിട്ട് വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പം കാണുന്നവർ തന്നെ ഇതിനിങ്ങനെ ട്രിവാൻഡ്രത്തുനിന്ന് വന്നവരാണ്. ഒരു നല്ല പ്രകൃതിയുടെ മടിത്തട്ടിൽ നിന്ന് വരുന്ന മനോഹരമായ ഒരു വെള്ളച്ചാട്ടം. ബ്രൈമൂർ എസ്റ്റേറ്റിന്റെ ഉള്ളിൽ ഇതുപോലെ വെള്ളച്ചാട്ടങ്ങളുണ്ട്. പക്ഷെ പ്രധാന ഒരു വെള്ളച്ചാട്ടമാണ് മാടൻ വാട്ടർഫാൾസ്. അതുപോലെ തന്നെ നമ്മളിപ്പം ബ്രൈമൂർ ടീ ഫാക്ടറി, പഴയ ആ കെട്ടിടത്തിന്റെ പിന്നിലൂടെ പോകുമ്പോൾ ഒരു വെള്ളച്ചാട്ടമുണ്ട്. അത് വലിയ വെള്ളച്ചാട്ടമല്ല, പക്ഷെ നല്ല സുഖമായിട്ട് കുളിക്കാൻ പറ്റുന്ന അപകടരഹിതമായ സ്ഥലങ്ങളാണ് ബ്രൈമൂർ വെള്ളച്ചാട്ടങ്ങളെല്ലാം. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ നിങ്ങൾ ഈ പറയുന്ന പോലെ ഒന്നുമല്ല, ബ്രൈമൂർ എസ്റ്റേറ്റിനകത്ത് കാണുവാൻ കാഴ്ചകൾ ഭയങ്കരമാണ്. കോട മഞ്ഞിറങ്ങുന്ന സമയം, ചിലപ്പോൾ അപ്രതീക്ഷിതമായി മുന്നിൽ വന്നുപെടുന്ന വന്യമൃഗങ്ങൾ, അതുപോലെ തന്നെ 1880 AD 1880 സ്ഥാപിച്ച കണ്ണാടി ബംഗ്ലാവ്. ഒറ്റ വീഡിയോയിൽ നമുക്ക് ഇതൊന്നും കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഓരോ എപ്പിസോഡായിട്ട് ബ്രൈമൂറിന്റെ കാഴ്ചകൾ ഒരുപാടുണ്ട് കേട്ടോ. AD 1883 ഈ ബ്രിട്ടീഷുകാര് ഇവിടെ തേയില ഫാക്ടറി തുടങ്ങുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, 175 വർഷങ്ങൾക്കപ്പുറം അതിന്റെ മിഷനറിയൊക്കെ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. അതിന്റെ കാഴ്ചകൾ പിന്നാലെ വരുന്നുണ്ട്. അതിപ്പോൾ ഒരു ശരിക്കും ബ്രൈമൂർ ഹിൽസ് ഒരു പാക്കേജ് പോലാണ് അവർ ചെയ്യുന്ന, അഡ്വഞ്ചർ ടൂറിസം എന്ന രീതിയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല കാഴ്ചകൾ നൽകുന്ന സ്ഥലമാണ്. അവിടെ ഹോം സ്റ്റേ ഒക്കെ ഉണ്ട്, അത് നിങ്ങൾ കാണിക്കുന്നുണ്ട്. അവിടെ താമസിക്കുന്ന റേറ്റും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അവിടുത്തെ ഫുഡ് എന്നൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ സാഹസിക യാത്ര ഇഷ്ടപ്പെടുന്ന സഞ്ചാരികൾക്ക് എല്ലാവർക്കും ഇവിടേക്ക് വരാം. അപ്പോൾ നിങ്ങൾക്ക് അതിന്റെ ടൂർ പാക്കേജിന്റെ കാര്യങ്ങളും, ഒരു ടൂർ എന്ന രീതിയിൽ ഇങ്ങോട്ട് വരരുത്. വനത്തിന്റെ വന്യതയിലേക്കുള്ള യാത്രയാണ്, ഓഫ് റോഡ് യാത്രയാണ്. അപ്പോൾ വിശദമായ ഡീറ്റെയിൽസ് അടുത്ത ബ്രൈമൂർ ടീ ഫാക്ടറിയുടെ കാഴ്ചകൾ കാണിക്കുമ്പോൾ അതിന്റെ ഡിസ്ക്രിപ്ഷൻ തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ കാഴ്ചകളൊക്കെ ഉണ്ടോ, ഇതുപോലെ മനോഹരമായ കാഴ്ചകളാണ്. അതിസാഹസികമായ യാത്ര ചെയ്താണ് നമ്മൾ വരുന്നത്. എന്റെ പിന്നിൽ ഒരു 3-4 പേരേ ഉള്ളൂ കുളിക്കാൻ. അവരും വളരെ ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അവരിങ്ങനെ അതിസാഹസികമായ യാത്ര ചെയ്താണ് ഇവിടെ എത്തിയത്. നമ്മളും വണ്ടിയൊക്കെ വളരെ റിസ്ക് ആയിരുന്നു ഇവിടെ എത്താനായിട്ട്, കാരണം ഓഫ് റോഡാണ്. അപ്പോൾ നല്ല വാഹനങ്ങളിൽ മാത്രമേ ഇവിടെ വന്നാൽ നമുക്ക് ഈ കാഴ്ചകൾ കണ്ടുപോകാൻ പറ്റൂ. കാരണം വാഹനങ്ങൾ വലിയ റിസ്ക് ആണ് ഓടിക്കുക. കയറ്റവും ഇറക്കവും വളവുകളും അതുപോലെ വന്യമൃഗങ്ങളുടെ ശല്യവും നോക്കി വേണം വരാനും പോകാനും. സാഹസിക സഞ്ചാരികൾക്ക് ഏറ്റവും നല്ല ഇടമാണ് ബ്രൈമൂർ എസ്റ്റേറ്റും അതിനുള്ള വെള്ളച്ചാട്ടങ്ങളും കാഴ്ചകളും വനപ്രകൃതിയും ഒക്കെ. ഓക്കെ.